പാലക്കാടൻ കോട്ടകാക്കാൻ കോൺഗ്രസിനാകുമോ? നഗരമേഖലകളിലെ പോളിംഗ് ശതമാനം ഉയർന്നതിൽ കണ്ണുവയ്ക്കുകയാണ് BJP. മൂന്നാം സ്ഥാനത്തായിരുന്ന CPM-നെ കൈപിടിച്ചു കയറ്റാൻ സരിന് എത്രത്തോളം കഴിഞ്ഞുവെന്നതും നിർണായകമാണ്. കേരള രാഷ്ട്രീയം ഇതുവരെ കാണാത്ത വിധത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറിയ ഉപതെരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട്ടേത്. നാളെയാണ് വോട്ടെണ്ണൽ. അപ്പോൾ അതിനു മുൻപ് മുന്നണികളുടെ പ്രതീക്ഷാ കണക്കുകൂട്ടൽ ഒക്കെ എങ്ങനെയാണ്, അതൊന്ന് കണ്ടിട്ട് വരാം. വടകരയുടെ MP-ആയി ഷാഫി മാറിയത് മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പിച്ച സീറ്റാണ് പാലക്കാട്. പത്തനംതിട്ടക്കാരൻ പാലക്കാട് എത്തിയപ്പോൾ മുറുമുറുപ്പുണ്ടായി. കള്ളപ്പണ ആരോപണമടക്കം വൻ വിവാദങ്ങൾ UDF-നെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ ഒറ്റക്കെട്ടാക്കി മാറ്റുന്ന കാഴ്ചയും കണ്ടു. സംഘടനാ ശക്തി മുഴുവൻ പാലക്കാട് കാട്ടി കോൺഗ്രസ് വോട്ട് പിടിച്ചു. വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഇത്രയധികം കണ്ട തെരഞ്ഞെടുപ്പ് ആവേശം പക്ഷേ വോട്ടർമാരിൽ കണ്ടില്ല. പോളിംഗ് 70.51% മാത്രം. 2021 ഇത് 75.2%. പോൾ ചെയ്യിക്കാനായത് 1,37,302 വോട്ടുകൾ മാത്രം. ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് നഗരസഭാ പരിധിയിലാണ്. ഇവിടെ 2021 65% പോളിംഗെങ്കിൽ ഇത്തവണ 71.1 കുത്തനെ കൂടി. BJP-യുടെ ശക്തി കേന്ദ്രമായാണ് നഗരസഭാ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത്. കഴിഞ്ഞ തവണ നഗരമേഖലകളിൽ മെട്രോമാൻ E. ശ്രീധരന് മുന്നിൽ ആടിയുലഞ്ഞ കോൺഗ്രസിന് കൈകൊടുത്തത് പിരായിരി പഞ്ചായത്തായിരുന്നു. ശ്രീധരന് കിട്ടിയ വോട്ടുകൾ ഒറ്റയടിക്ക് താഴേക്കെത്തിച്ച പിരായിരി പഞ്ചായത്ത് പക്ഷേ ഇത്തവണ 6% പോളിംഗിൽ കുറവ് രേഖപ്പെടുത്തി. കോൺഗ്രസിന് ഭരണമുള്ള പ്രതീക്ഷയുള്ള മാത്തൂർ പഞ്ചായത്തിലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പോളിംഗ് കുറവാണ്. എന്നാൽ ഈ കണക്കുകളിൽ കാര്യമില്ലെന്നാണ് UDF പറയുന്നത്. ബൂത്തുകളിൽ നിന്ന് കിട്ടിയ കണക്കിൽ വിജയം ഉറപ്പിക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കോൺഫിഡൻസ് കുറവുണ്ടാകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നമ്മുടെ കോൺഫിഡൻസ് മുഴുവൻ പാലക്കാട്ടെ വോട്ടർമാരിലായിരുന്നു. ആ വോട്ടർമാരുടെ കോൺഫിഡൻസിനെ അതേപടി നിലനിർത്തുന്ന രീതിയിലാണ് പോളിംഗ് ഡേയിൽ, അതായത് ക്യാമ്പയിനിൽ ത്രൂ ഔട്ട് വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. നമുക്ക് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫീൽഡിൽ പോകുമ്പോൾ നമുക്കറിയാം എന്താണ് ഫീൽഡിലെ പൾസ് എന്ന്. ആ പൾസിനെ അതേ രീതിയിൽ തന്നെ നിലനിർത്തുന്ന ദിവസമായിരുന്നു പോളിംഗ് ഡേ. UDF-ന്റെ കോട്ടകളിലൊന്നും ഒരു ക്ഷീണം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ മുനിസിപ്പാലിറ്റിയിലെ വോട്ടിനകത്ത് നോട്ടയും വരില്ലേ അല്ലേ? നോട്ടയും ഉണ്ടല്ലേ? ഭൂരിപക്ഷം കാൻഡിഡേറ്റ് ആയതുകൊണ്ട് പറയാത്തതാണ്. നഗരമേഖലകളിലെ പോളിംഗ് വർധന BJP-ക്ക് നൽകിയിട്ടുള്ള ആത്മവിശ്വാസം ചെറുതല്ല. മണ്ഡലത്തിലെ വോട്ടർമാരെ പേരെടുത്ത് വിളിക്കത്തക്ക വിധം പരിചയമുള്ള C. കൃഷ്ണകുമാറിന് ഒരവസരം നൽകാൻ പാലക്കാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് UDF-നും LDF-നും കനത്ത തിരിച്ചടിയാകുകയും ചെയ്യും. കഴിഞ്ഞ തവണ E. ശ്രീധരൻ മത്സരിക്കുമ്പോൾ ഉണ്ടാക്കിയ ഓളമൊന്നും കൃഷ്ണകുമാർ ഉണ്ടാക്കിയിട്ടില്ല. മത്സരം UDF-ഉം BJP-യും തമ്മിലാണെന്ന തോന്നലും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ താഴെത്തട്ടിൽ ജോലി എടുത്തിട്ടുണ്ടെന്നാണ് പാർട്ടി വിലയിരുത്തൽ. വീട് കയറിയുള്ള പ്രചരണം ലക്ഷ്യം കാണുന്നുവെന്നും കണക്കുകൂട്ടുന്നു. മെട്രോമാന്റെ പരാജയം ചെറിയ വോട്ടുകൾ, ആ വോട്ടുകൾ മറികടക്കാൻ, ആ പരാജയം ഒഴിവാക്കാൻ പാലക്കാട്ടുകാർ മനസ്സുകൊണ്ട് ഞങ്ങളിവിടെ ചർച്ച ചെയ്ത് മുഴുവൻ ഇവിടുത്തെ പാലക്കാട്ടത്തെ ജനങ്ങളുടെ വിഷയങ്ങളാണ്. നെൽകർഷകരുടെ വിഷയം, അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം, മുനമ്പം പോലെയുള്ള വിഷയങ്ങൾ, ജനകീയ വിഷയങ്ങളാണ് ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്തത്. ആ വിഷയങ്ങളാണ് പാലക്കാട്ടുകാർ ഏറ്റെടുക്കുന്നത്. രണ്ട് മുന്നണികൾക്കും വിവാദങ്ങൾ നടന്ന് വികസനത്തിന്റെ പിന്നാലെ വരേണ്ടി വന്നു. ഞങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ അജണ്ടയാക്കി അവർക്ക് തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് വരേണ്ടി വരും. ഇത്തവണത്തെ വോട്ടും അതിനനുസരിച്ച് ഞങ്ങൾ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തിന് വേണ്ടി UDF-ഉം LDF. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്ത് പോയ LDF-ന് അത്ര കണ്ട് മെച്ചപ്പെടാനാകുമോ എന്നതാണ് പ്രധാനം. കൈവിട്ടു വന്ന ഡോക്ടർ സരിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പാർട്ടിക്കുള്ളിലുണ്ടായ എതിർപ്പ് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെങ്കിൽ അത് വൻ തിരിച്ചടിയാണ്. വിജയപ്രതീക്ഷ സ്ഥാനാർത്ഥി പറയുന്നുണ്ടെങ്കിലും നേതൃത്വത്തിനുള്ളിൽ അത് അത്ര കണ്ടില്ല. വീണ്ടും BJP-ക്ക് പിന്നിലായാൽ കേൾക്കേണ്ട പഴി മാത്രമാണ് ഇപ്പോൾ അലട്ടുന്ന പ്രശ്നം. ജനവിധി പാലക്കാടിനൊരു വലിയ ആശ്വാസമാകും. ആ ആശ്വാസം ഈ ജനത അടുത്ത 1.5 വർഷത്തേക്ക് അവർ പ്രതീക്ഷിക്കുന്ന ഉറപ്പുകൾ, അവർ പ്രതീക്ഷിക്കുന്നതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളെ അവർ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പാലക്കാട് അട്ടിമറി ജയം BJP നേടിയാൽ സംസ്ഥാന കോൺഗ്രസിൽ ഉണ്ടാകുന്നത് വൻ പൊട്ടിത്തെറികളാണ്. സ്ഥാനം തെറിക്കില്ലെങ്കിലും കസേരകൾ ആടിത്തുടങ്ങും. ബാക്കിയെല്ലാം 23-ന് ശേഷമെന്ന മുന്നറിയിപ്പ് നൽകിയ പലരും സടകുടഞ്ഞെഴുന്നേൽക്കും. അതല്ല, വിജയം കോൺഗ്രസിനൊപ്പമാണെങ്കിൽ ഭൂരിപക്ഷം കണക്കുകൂട്ടിയ പോലെ 5 അക്കത്തിലേക്ക് എത്തിക്കാനായാൽ അതും ചിലരുടെ തലവര തെളിക്കും. ന്യൂസ് ഡെസ്ക് NTV.